ഒരു ചിക്കൻ ബിരിയാണി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഒരു രക്ഷയില്ല. അവൻ അടുത്തോട്ട് പോലും വരുന്നില്ല. കാരണം സംഭവം അവന് പിടികിട്ടി. ഇന്ന് ഇതെല്ലാം വെട്ടി ഒതുക്കി വൃത്തിയാക്കിയ വിടത്തോളെന്ന് അവന് മനസ്സിലായി. മാസങ്ങളായിട്ട് കുളിക്കാതെയും മുടി വെട്ടാതെയൊക്കെ ദേ ജടയും പിടിച്ച് അഴുക്കും പിടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുക. ഇവനെ ഇവിടുന്ന് വൃത്തിയാക്കിയിട്ടേ പോത്തോളെന്ന് വന്ന് കണ്ടപ്പോൾ തന്നെ തീരുമാനിച്ചൊരു കാര്യമാണ്. അത്രയും സ്നേഹമുള്ള ഒരുത്തനാണ് നമ്മുടെ സുബ്രഹ്മണി. അവനെ വൃത്തിയാക്കാതെ എങ്ങനെ ഇവിടുന്ന് പോകാനായിട്ട് പറ്റും? അവൻ്റെ ദേഹത്തുള്ള അഴുക്ക് കാരണം എൻ്റെ ഗ്ലൗസ് വരെ മഞ്ഞ കളറായി പോയി. അത്രയും അഴുക്കുണ്ട് ദേഹത്ത്. അതിൻ്റെ കൂടെ ഇത്രയും ജടയും. അതെല്ലാം റിമൂവ് ആക്കി ഇനി നല്ലതുപോലെ ഷാമ്പു ഇട്ടൊന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കണം. ഏകദേശം 2 വർഷത്തെ പരിചയമുണ്ട് ഞങ്ങൾ തമ്മിൽ. ബാംഗ്ലൂർ വരുമ്പോഴൊക്കെ ഇങ്ങനെ അവനെ വൃത്തിയാക്കാറും ഫുഡ് കൊടുക്കാറും ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ നന്ദി സ്നേഹവും നായ്ക്കൾക്ക് എത്രമാത്രം കാണുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കുളിയൊക്കെ കഴിഞ്ഞ് ദേഹത്തുള്ള അഴുക്കും ചെളിയും ആ മാറ്റും ഒക്കെ പോയപ്പോഴത്തേക്ക് കളറൊക്കെ ഒന്ന് മാറി ആൾ മൊത്തത്തിലൊന്ന് ഉഷാറായി. ഇനി നല്ലതുപോലെ ഒന്ന് ഡ്രൈ ചെയ്ത് ഈ എക്സ്ട്രാസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒതുക്കുമ്പോൾ നമ്മുടെ സുബ്രഹ്മണിയുടെ ശരിക്കുള്ള ആ ഗ്ലാമർ ലുക്ക് തിരിച്ചു കിട്ടും. ഗ്രൂമിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഇത്രയും നേരം മുഷിഞ്ഞ് അവന് നിൽക്കാനായിട്ടൊക്കെ ഒരു മടിയുണ്ടെങ്കിലും കുളിച്ചൊക്കെ കഴിഞ്ഞ് ആ അഴുക്കമൊക്കെ പോയി ഒന്ന് ഗ്ലാമറായി കഴിയുമ്പോൾ അവനൊരു സന്തോഷവും സുഖവും ഒക്കെ തോന്നുന്നുണ്ടാവും. അതുപോലെ തന്നെ എനിക്കും. കാരണം അവൻ കാണിക്കുന്ന സ്നേഹത്തിന് ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് തിരിച്ചെന്തെങ്കിലുമൊക്കെ അവന് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞ് അവൻ്റെ ശരിക്കുള്ള രൂപവും കളറും ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഇനി കുറച്ച് ഫുഡും കൂടെ വയറ് നിറച്ച് അവന് കൊടുത്തു കഴിഞ്ഞാൽ അവനും ഞാനും ഡബിൾ ഹാപ്പി.